നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് കഴിഞ്ഞ് വാമനാപുരത്തേക്ക് പോകുന്നതിന് കീഴായിക്കുളം എന്ന സ്ഥലത്തിനടുത്ത് ഒരു ഇടത്തേക്കൊരു വഴി ഇറങ്ങി കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു പ്രിയപ്പെട്ട ചേട്ടൻ്റെ വീട്ടിൽ രണ്ട് അതിഥികൾ ഇങ്ങനെ ചുറ്റിപ്പനഞ്ഞ് വന്നൊരു ഷെഡ്, അവർക്കൊരു ഷെഡുണ്ട്. ആ ഷെഡിനകത്ത് വിറവിൻ്റെ ഇടയിലോട്ട് ഇവരെ കണ്ടപ്പാണ് കഴിഞ്ഞ് വന്ന് വിറവിൻ്റെ ഇടയിൽ കയറിയത്. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ? എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിരിക്കും. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ? ഇതെന്താ വടി ഒന്നും നിൽക്കാൻ വയ്യാത്തതാണ് വടി കുത്തിയിരിക്കുന്നത്? ഇതിനകത്ത് കയറി? ഇതിനകത്തുണ്ട്, പോയിട്ടില്ല. ഇതെന്തിനാണ് നമുക്ക് ധൈര്യത്തിന് വെച്ചേക്കുന്നത്? ഇതെന്താണ് മോളെ, എന്താണ് സംഭവം? റബ്ബറല്ല, മഹാഗണിയാണോ? ഓ, അപ്പോൾ ഇതുപോലെ പാമ്പിനൊക്കെ കിട്ടിയാൽ തല്ല, എന്ത് സാധനം കിട്ടിയാൽ തല്ല അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സാറും ഇവിടെ നിന്ന സമയത്ത് എന്തോ ഒരു സാധനം ഇഴഞ്ഞു വന്ന ഷീറ്റിൻ്റെ അടിയിൽ കൂടി ഇതിൻ്റെ അകത്തേക്ക് കയറി എന്ന് പറഞ്ഞു. ആ സമയം തൊട്ട് അവർ ഇവിടെ കാവലാണ്. ഈ കമ്പൊക്കെ വെച്ചെന്ന് വെച്ചാൽ ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞു, എന്താ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണമെന്നില്ല, കമ്പ് വെച്ച് തട്ടിക്കൊണ്ട് എങ്ങോട്ട് പോകണമെങ്കിൽ നോക്കിക്കോളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കമ്പ് വെച്ചിട്ടുണ്ട്. അല്ല അവർ വെച്ചുകൊണ്ടിരിക്കുന്നതല്ല, ഞാൻ പറഞ്ഞു ഒരു വടി എടുത്ത് വെച്ച് ഇങ്ങനെ തട്ടിക്കൊണ്ട് ഞാൻ എത്താൻ ഒരു 1/4 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞതുകൊണ്ട് ഇതിനകത്തൂടെ കഴിഞ്ഞ പാടുകൾ ഇതിനകത്തൂടെ കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ മുഴുവൻ ഹോളാണ്, അറിയില്ല, പഴയ തൊഴുത്തിനിടയിൽ ഇപ്പോൾ ഫുള്ള് ഗ്യാപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ നമ്മുടെ ഈ വെയിറ്റുള്ള സാധനം നമ്മൾ നീക്കുന്നു. എന്താണ് ഇങ്ങനെയാകുമ്പോൾ അടിയിൽ ഗ്യാപ്പില്ല. ഇല്ലെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സാധനങ്ങളൊക്കെ മാറ്റിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകും. നമ്മളെന്തായാലും ഈ ഓലയൊക്കെ ഒന്ന് വെളിയേക്കലുണ്ട്, ഇതിനകത്തിന് കിട ഇല്ല, അവിടെ കിട കേട്ടോ, കുഴപ്പമില്ല. അടിപൊളി. ഇപ്പോഴാണ് കണ്ടത്. എന്നറിയാം, ഇത് യഥാർത്ഥത്തിൽ പാമ്പ് പിടുത്തക്കാർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പാമ്പ് പിടുത്തക്കാരും പണ്ടും പാമ്പ് പിടിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും സിൽപ്പറൊക്കെ ഇട്ടുകൊണ്ട് പാമ്പിനെ പിടിച്ചു. പക്ഷേ ഇത് നമ്മുടെ പ്രിയപ്പെട്ട ടാപ്പിങ്ങിൻ്റെ പണിക്ക് എനിക്ക് എപ്പോഴും ഞാൻ അവരോട് പറയുന്നത്, തൊഴിലുറപ്പിൻ്റെ അമ്മമാർക്കും ടാപ്പിങ്ങിൻ്റെ പണിക്ക് പോകുന്നവർക്കും ഈ ഒരു സാധനം, പാമ്പ് പിടിക്കുന്നവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പാമ്പ് പിടിക്കുന്നവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം അവർ ഇത് കിട്ടുകഴിഞ്ഞാൽ അവർക്ക് നിൽക്കാൻ പോലും പറ്റാത്ത, ഒന്ന് ഓടാൻ പോലും പറ്റാത്തൊരവസ്ഥ വരും. ഇത് തൊഴിലുറപ്പിൻ്റെ അമ്മമാർക്കൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ, ടാപ്പിങ്ങിന് വന്നിട്ട് കിട്ടും. ഇത് ഇട്ടുമ്പോൾ ഒരുമാതിരിപ്പെട്ട അണലി ആയിക്കോട്ടെ, മൂർഖനായിക്കോട്ടെ, ശങ്കൂരനായിക്കോട്ടെ, മലബാർ പിറ്റ് വൈപ്പറോ ഹംബിനോസറോ ആയിക്കോട്ടെ, ഇവർക്കൊന്നും ഇതിനെ കടിച്ച് മുറിക്കാൻ കഴിയില്ല. ആ പല്ല് ഇതിനകത്ത് ഒടിഞ്ഞു പോകും. അപ്പോൾ ഒരു കാരണം ഈ മുട്ട് വരെയുള്ള സേഫ്റ്റി ആയിട്ട് പറഞ്ഞു. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 4-5 ദിവസങ്ങൾ 2 ദിവസം മുന്നേ 2 ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ കോരാണിക്കടുത്തൊരു അമ്മയുടെ കാലിൽ പാമ്പ് അണലി കടിച്ചു, അമ്മ മരിച്ചു. ഞാൻ പോയി അമ്മയെ കണ്ടു, ഹോസ്പിറ്റലിൽ പോയി കണ്ടിരുന്നു. അമ്മയുടെ ചമ്മ ചവിട്ടി നമ്മുടെ ഈ കാലിൻ്റെ വണ്ണ ഇവിടെ, മറ്റു ജില്ലയിൽ നിന്ന് ഇവിടെ ഞങ്ങൾ വണ്ണ എന്നാണ് ഈ സ്ഥലത്ത് പറഞ്ഞത്, അവിടെയാണ് കടി കിട്ടിയത്. അപ്പോൾ നല്ല കടിയായിരുന്നു. കഷ്ടം, പറഞ്ഞിട്ട് കാര്യമില്ല, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഷൂ തൊഴിലുറപ്പിൻ്റെ അമ്മമാർ ഈ ക്യാൻവാസ് 450-500 രൂപയേ ഉള്ളൂ. അത് നമ്മുടെ ADSമാർ ഒന്ന് ശ്രദ്ധിച്ചത്, കാരണം വാങ്ങിച്ച് കൊടുക്കണം. അത് അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാം, ഒരു കുഴപ്പമില്ല. അവരുടെ ജീവനാണ് വലുത്, അവരുടെ ശമ്പളമല്ല വലുത്. അപ്പോൾ അത് ചെയ്യണം. കാരണം ഈ കഴിഞ്ഞ ഒരു 10 ദിവസങ്ങൾക്ക് മുന്നേ പെരുമാതുറയ്ക്ക് അടുത്ത് ഞാനൊരു അണലിയെ കണ്ടിട്ട്, തൊഴിലുറപ്പ് അമ്മമാർ കണ്ടിട്ട് വിളിച്ചു. ഞാനവിടെ ചെന്ന് ഒരെണ്ണം അവർ തല്ലിക്കൊന്നു, രണ്ടാമത്തേനെ പിടിച്ച് ചാക്കിലാക്കിയിട്ട് ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ട് അമ്മമാരിവിടെ നിന്നു. അമ്മമാർ തെങ്ങിന് തടം പിടിച്ച് വെച്ചിട്ടുണ്ട്. ആ തടത്തിൻ്റെ മേളിലാണ് അമ്മമാർ നിന്നത്. അപ്പോൾ ഒരു വിളിയായിട്ടാണ് ഞാൻ നോക്കുന്നത്. ഒരമ്മ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, എല്ലാവരും കണ്ടാണ്. അപ്പോൾ ഒരു അമ്മ ഇങ്ങനെ നിൽക്കുന്നു, അമ്മയുടെ കാലിൻ്റെ അടിയിൽ കൂടി, അതായത് ഇവർ മാളത്തിനകത്തിരുന്ന് അണലിയെ മണ്ണിട്ട് പൊത്തി വെച്ചു, തടം പിടിച്ചു. അപ്പോൾ അവന് എയർ കിട്ടിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ പൊന്തിച്ച് വന്നു, ഇവർ കാലിൻ്റെ അടിയിൽ കൂടെ വന്നു, എല്ലാവരും 4 വഴിക്ക് ഓടി. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, അപ്പോൾ ഈ ഗംബൂട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അപകടത്തിൽ നിന്ന് അവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അത് എല്ലാവരും ശ്രദ്ധിക്കണം. ADSമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ആ പ്രോഗ്രാം തൊഴിലുറപ്പിൻ്റെ അമ്മമാരുടെ പോകുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ടത്.
ഇത് ഭയങ്കര അപൂർവമായിട്ടുള്ളൊരു സാധനം, നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടാനില്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് അവർ സൂക്ഷിച്ച് വാരി വെച്ചേക്കാണ് സാറ് കളയാതിരിക്കാനായിട്ട്. വേറെ ഒന്നുമില്ല, ഭയങ്കര വിലയുള്ളൊരു സാധനമാണ്. റബ്ബറിൻ്റെ അല്ല, മഴ സമയത്ത് പോയിക്കാൻ വേണ്ടി വാരി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും കളയുന്നില്ല. അതാണ് നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ളൊരു പ്രത്യേകത. നമ്മൾ തിരുവനന്തപുരത്താണ്, നമ്മുടെ സിറ്റിക്കാരൊക്കെയാണെങ്കിൽ എപ്പോഴും ചുരുട്ടി അപ്പുറത്തെ പറമ്പിൽ ഇട്ട് കൊടുത്തെന്ന് ചോദിച്ചാൽ മതി. ഈ പലവയൊന്നും പൊക്കണ്ട, ഇതായിരിക്കുന്നു. അടിപൊളി. എന്തായാലും നമുക്ക് വലിയ പണിയില്ല. നമുക്കിതാ ഈ തടി ഈ മൂലയ്ക്ക് വന്നിരിപ്പുണ്ട് ആശാൻ. എന്തായാലും നമുക്ക് പതുക്കെ ഈ തടിയൊന്ന് മാറ്റി നോക്കട്ടെ. കാരണം ഇതിനെൻ്റെ ഇത് എവിടെയാണ് ഇതിൻ്റെ തലയും വലയും നിൽക്കുന്നതൊന്നും ഒരു പിടിയില്ല. മരപ്പട്ടിയുടെ കാഷ്ടം കണ്ടോ, പഴവുണ്ണിയുടെ കാഷ്ടം. ഇങ്ങനെ വെക്കുന്നത് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതാ സേഫായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്, കാണാം. അടിപൊളി. അടിപൊളി. ഒന്നല്ല രണ്ട്, അത് നോക്കി, ഒന്നിൻ്റെ തല ഇതായിരിക്കുന്നു. അത് തന്നെ, രണ്ട് പേര്. ഇതാ ഒരാളല്ല, ഇതാ രണ്ട് പേര്. ഉണ്ടോ ഇതുണ്ടോ? ഇത് നമ്മുടെ പഴയ ചേരയുടെ മറ്റേ കാഷ്ടമുണ്ട് കേട്ടോ, പഴയ ചേരയുടെ കാഷ്ടം. അപ്പോൾ എന്തായാലും ഇതാ അടിപൊളി. എന്തായാലും നമ്മുടെ യാത്ര വെറുതെ ആയില്ല, പുള്ളിക്കാരൻ കണ്ടത് വെറുതെ ആയില്ല. രണ്ട് പേര്, ഒരാളല്ല രണ്ട് പേര്. നോക്കിയോ നമുക്ക്. പക്ഷേ ഇപ്പോൾ ഒറ്റയോടത്തിൽ കണ്ട ഒരാളിട്ടേ തോന്നുള്ളൂ, പക്ഷേ ഒരാളല്ല, രണ്ടോടത്തിൽ കണ്ട, രണ്ടോടത്തിൽ രണ്ട് കളറാണ്. വാലൊന്ന്. എന്തായാലും ഇദ്ദേഹത്തിന് ഇത്രയും നീളം ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് പാറ്റേൺ കണ്ടോ, രണ്ട് പാറ്റേൺ കണ്ടോ, രണ്ടും. ഇത് വേറൊരു പാറ്റേൺ, അതുണ്ട്. രണ്ടിൻ്റെയും ശൽക്കങ്ങൾക്ക് വ്യത്യാസമുണ്ട്, കളറും വ്യത്യാസമുണ്ട്. ഇതുണ്ട്, ഇതൊരു മഞ്ഞ കളർ, ഇത് ഒരു ആഷ് കളർ, അതായത് ഒരു ബ്രൗണും ഒരു യെല്ലോ എല്ലാം കൂടെ കലർന്നൊരു കളറാണ്. ഇതിപ്പോൾ കണ്ടത് നന്നായി, അല്ല ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു എന്താ പറയുക, അനങ്ങായി പുള്ളിക്കാരൻ കണ്ടിട്ട് മൈൻഡ് ആയിരുന്നെങ്കിൽ അത് പുറത്തോട്ട് ഇറങ്ങി. നല്ല കാടല്ലേ, താവട്ടൊക്കെ നല്ല കാടാണ്. ഇതിന് മുന്നേ ഇവിടെ ഏതെങ്കിലും ഐറ്റംസിനെ കണ്ടിട്ടുണ്ടോ റോഡിൽ ഈ അടുത്ത കാലത്ത്? അങ്ങനെ ഇവിടെ അങ്ങനെ വേണ്ട. എത്ര ദിവസം, എത്ര നാളായി കാണും അതൊക്കെ? ഇന്ന് ഈ പറമ്പിലോ റോഡിൽ നൈറ്റിലോ രാത്രിയിലോ? ഈ അടുത്ത കാലത്തോ? ആ, മൂർഖൻ്റെയോ? മൂർഖൻ്റെ കുഞ്ഞ് തീരെ കുഞ്ഞുങ്ങളിപ്പോൾ കാണത്തില്ല, വലിയ കുഞ്ഞുങ്ങളെ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ വർഷത്തായിരിക്കും. അത് തന്നെ കഴിഞ്ഞ വർഷം വരുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇണചേർന്ന് തീരാൻ പോകുന്നേ ഉള്ളൂ. സൂപ്പർ. രണ്ട് കളർ. അതിലുപരി എന്താ പറയുക, ഫൈറ്റിംഗ് അല്ല, മാറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഫൈറ്റിംഗ് എന്നും പറയാൻ പറ്റില്ല. ദേഹത്ത് ഫൈറ്റിംഗ് ആണെങ്കിൽ ദേഹത്ത് മുറിവൊക്കെ ഉണ്ടായിരുന്നേ, മുറിവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ രണ്ട് കളർ, ഈ സാധനം ഇതിൻ്റെ കളറ്, ഇത് നാളെ പടം പൊഴിച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞയാവും. പക്ഷെ ഒരു കുഴപ്പമുള്ള നല്ല ബാസിൽ ചീറ്റുന്നു, നല്ല ബാസിൽ. പക്ഷേ ഒരു കാര്യം നോക്കൂ, എൻ്റെ കണ്ണിൻ്റെ പുറകിൽ ആ കവിള് ഉയർത്തിരിക്കുന്നത് ഫുൾ എഫക്റ്റില്ല. എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ഈ ഒരു 10, 25, 30 ദിവസത്തിന് ഇപ്പുറം ഫുഡ് കഴിച്ച ഒരു ലക്ഷണമില്ല രണ്ടുപേരുടെയും ഗ്ലാൻഡ് കണ്ടോ. പണ്ട് നിങ്ങൾ പാമ്പാട്ടികളുടെ കയ്യിരിക്കുന്ന പാമ്പിനെയും അതുപോലെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന പാമ്പിൻ്റെ കവിളും ഇപ്പോഴത്തെ കവിളും കൂടെ നോക്കിക്കോളൂ. അതെല്ലാം ഈ സ്നേക്ക് ഡാൻസ് കളിക്കുന്നവരൊക്കെ ഈ പാമ്പിൻ്റെ ഗ്ലാൻഡ് എടുത്ത് കളഞ്ഞിട്ട് ഗ്ലാൻഡ്
ഇങ്ങനെ ഒട്ടിയിരിക്കും. ഗ്ലാൻഡ് എടുത്ത് കളഞ്ഞ് പല്ല് കൊടുത്ത് കുത്തി കെട്ടിയിട്ടാണ് സിനിമ കണ്ടിട്ട് സ്നാക്ക് ഡാൻസും അതുപോലെ സിനിമയിലൊക്കെ അവന് ശിവൻ്റെ കഴുത്തി കിടക്കുന്നതൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഇപ്പോൾ എല്ലാം ആർട്ടിഫിഷ്യലാണ്, വേറെ ഒന്നും കാണുന്നില്ല. ഇപ്പോൾ നമുക്ക് നല്ല ചാർജ്. എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ കാലാവസ്ഥ എന്ന് പറയുന്നില്ല, മാറ്റിങ്ങിന് തയ്യാറായിരുന്ന സമയത്തായിരിക്കും ഇവരുടെ കണ്ണിപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ കണ്ട് പേടിച്ചു വന്നു. ആ പേടിച്ചിട്ട് പിന്നെ അറ്റാക്ക് ചെയ്യണം ചിന്ത മാത്രമല്ല, മറ്റവൻ വീണ്ടും കുറച്ചുകൂടി ഒന്ന് താന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം നല്ല എന്താ മാടാ നോക്കിയോ ഓടാ കേട്ടോ എന്താ കണ്ടോ അടിപൊളി. അവർ ഫൈറ്റിംഗ് ഒന്നുമല്ല, അവർ ഫൈറ്റിംഗ് ഇപ്പോൾ കടിച്ചേനെ കടിക്കുന്നില്ല. നല്ല എന്താ പറയുക, മറ്റേ ഫൈറ്റിംഗ് രണ്ട് ആണുങ്ങൾ തമ്മിലാണ് നീ ഇപ്പോൾ ഫൈറ്റിംഗ് അല്ല. പക്ഷേ ഈ ഒരു അതിഥിയുടെ വായി തുറന്നു വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം എന്തിലോ കടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാനുണ്ടല്ലോ, വായി തുറന്ന് ഇങ്ങനെ കവിൾ അടയ്ക്കാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ അത് എവിടെയോ കടിച്ചിട്ടാണ് ആ മോണ അങ്ങനെ ഇരിക്കുന്നത്, കീഴ്മോണ അങ്ങനെ ഇരിക്കുന്നത്. എപ്പോഴും ഏത് പാമ്പായിരുന്നു വായി തുറന്ന് ഇങ്ങനെ ബൈറ്റ് വരുമ്പോൾ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നുകിൽ അത് എവിടെയോ കടിച്ചു അല്ലെങ്കിൽ എവിടെയോ ഉടക്കി, എങ്കിൽ മാത്രമേ താഴത്തെ മോണ അങ്ങനെ ഇരിക്കുകയുള്ളൂ. ഈ ഒരു പെണ്ണതിഥി മുട്ടയിട്ട് കഴിഞ്ഞാൽ ഏകദേശം 28-നും 30-നും ഇടയ്ക്ക് മുട്ടകളുണ്ടാകും. ചിലപ്പോൾ 38 വരെ, ഇത്രയുള്ളതിലേക്ക് 38 വരെ മുട്ടകൾ കിട്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 5-10 മുട്ട അല്ലെങ്കിൽ 5 മുട്ട 10 മുട്ട നശിച്ചു പോയാലും ബാക്കിയുള്ളതെല്ലാം വിരിയും. എല്ലാം ഇവിടെ ഇങ്ങനെ സഞ്ചരിക്കും. ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് താഴെ റോഡിൽ കൂടെ നല്ലൊരു മൂർഖൻ്റെ കുഞ്ഞ്. അത് കഴിഞ്ഞ വർഷം ഇണചേർന്ന് ഈ 2025 മുട്ടയിട്ട് വിരിഞ്ഞ അതിഥിയായിരിക്കും ഇപ്പോൾ ഇന്നലേക്ക് റോഡിൽ കണ്ടത്. ഇനിയിപ്പോൾ അങ്ങോട്ട് 2026 മുട്ടയിടാൻ പോകുന്നു. 25 ഇണചേർന്ന് 26 മുട്ടയിടാൻ പോകുന്നേ ഉള്ളൂ. ഇനി മുട്ടയിട്ട് വരുന്നത് അടുത്ത കുറേ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പോകണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇദ്ദേഹത്തെ വേണ്ട രണ്ടുപേരും അടിപൊളി. നമ്മളെന്തായാലും ഇവരെ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ചാക്കിലാക്കാം. ഇതിനകത്തൊരു സൗകര്യമില്ല. രണ്ടുപേരെ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അവൾ കണ്ടോ, അവൾ കണ്ടിട്ട്
എന്തോ ഒരു ഇപ്പോഴാണ് 2 കുര വരയ്ക്കുന്നത്. അതുവരെയുള്ള സൈലൻ്റ് എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. പക്ഷെ പടി കയറി അവൾ അടുത്തോട്ട് ചെന്നപ്പോൾ അവളെ സ്വഭാവം മാറി. എന്നിട്ട് ഇവിടെ കിടന്നപ്പോൾ ഒരു പ്രശ്നമില്ല, നിങ്ങൾ എന്തെങ്കിലും ആയിക്കൊണ്ട് പോടേ എന്ന് പറഞ്ഞു. പക്ഷേ പടി കയറിയപ്പോൾ മനസ്സിലായി എനിക്ക് പണി കിട്ടുമോ, എനിക്ക് പണി തരാനുള്ള പരിപാടിയാണ്. സാറേ ചാക്കിങ് തരാമോ? അപ്പോൾ നമ്മൾ എന്തായാലും ഇവരെ ചാക്കിലാക്കാനുള്ള ശ്രമത്തിലാണ്. ചാക്കിലാക്കുന്നത് പതുക്കെ അങ്ങനെ ചാക്കിൽ ആക്കുകയാണ്. സൈലൻ്റായി ഉണ്ടാ നമുക്ക് അത് നമ്മൾ ചാക്കിലാക്കുകയാണ്. അദ്ദേഹത്തെയും നമ്മൾ ചാക്കിലോട്ട് എന്തായാലും ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ തൊഴുത്തിനകത്തുനിന്ന് പിടികൂടിയ 2 മൂർഖൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെ നന്ദി. നമസ്തേ.